PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 4 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ സെറ്റാണ്. ഇത് ലോകചരിത്രം എന്നൊരു ടോപ്പിക്കാണ് വരുന്നത്. ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുവരെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകൾ പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഇതിൽ കുറേ പുതിയ കാര്യങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ തോന്നും. അത് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരു ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ നിരാശരാകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിരാശരായിട്ട് കാര്യമില്ല. അതിൽ ഈ ടെക്സ്റ്റിലെ തന്നെ ലോകചരിത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ അതുകൂടെ ഇതിന് ശേഷം നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടഫ് എന്നുള്ളൊരു പ്രശ്നവും പേടിയൊക്കെ മാറിക്കോളും. പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ചാപ്റ്ററിലുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസമാകും. അതുകൊണ്ട് ആദ്യം കാണുന്ന കുറച്ച് പോയിന്റ് ആണെങ്കിലും അത് കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് സെറ്റ് 5 ഇതെന്തായാലും പരിശീലിച്ചേ പറ്റൂ. കാരണം എങ്ങാനും നമ്മുടെ ഒരു ഇതിൽ തന്നെ എടുത്ത് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ അതിലേക്ക് പോവുകയാണ്. ലോകചരിത്രം എന്നാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് നോക്കാം. 1949 ചൈനീസ് വിപ്ലവത്തെ തുടർന്ന്, ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1949 ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിയാങ് കൈഷക്ക് പലായനം ചെയ്തത് ഫോർമോസയിലേക്കാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളിപ്പോൾ തന്നെ അത് പഠിച്ചു പോവുക. പഠിച്ചിട്ടില്ലാത്തവർ പഠിച്ചു പോവുക. 1949 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനീസ് വിപ്ലവത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് പലായനം ചെയ്തത് ഫോർമോസയിലേക്കാണ്. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. 1966 കാലഘട്ടത്തിൽ ചൈനയിൽ അരങ്ങേറിയ സാമൂഹിക രാഷ്ട്രീയ രക്തരൂക്ഷിത വിപ്ലവമാണ് സാംസ്കാരിക വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇപ്പോഴേ പഠിച്ചു പോവുക. 1966 കാലഘട്ടത്തിൽ ചൈനയിൽ അരങ്ങേറിയ സാമൂഹിക രാഷ്ട്രീയ രക്തരൂക്ഷിത വിപ്ലവമാണ് സാംസ്കാരിക വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആധുനിക ചൈനയുടെ ശില്പി എന്താണ് ആധുനിക ചൈനയുടെ ശില്പി എന്നറിയപ്പെട്ടത് ചൈനയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിവെച്ച ഡെങ് സിയാവോ പിങ് ആണ്. ഇതൊരു പക്ഷേ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഇതൊന്നും കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണുന്നുണ്ടല്ലേ, ഇനി ഇതിൻ്റെ നമ്മൾ പഠിക്കും, ആ ടോപ്പിക്കായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ഇതങ്ങ് മാറിപ്പോക്കോളും, ഈ ഒരു പേടി അങ്ങ് മാറിപ്പോക്കോളും. അപ്പോൾ ആധുനിക ചൈനയുടെ ശില്പി ആരാണ്? ഡെങ് സിയാവോ അദ്ദേഹം എന്താണ് ചൈനയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിവെച്ച വ്യക്തിയാണ്. ഡെങ് സിയാവോ പിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അടുത്ത നാലാമത്തേത് ലിയു ഷാവോഗിയാണ്. ഈ പേര് പല ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ലിയു ഷാവോഗിയാണ് മാവോസെ തൂങ്ങിന്റെ മരണശേഷം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ചെയർമാനായത്. അപ്പോൾ ശരിക്കും ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ നോട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. ഐക്യരാഷ്ട്ര സഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന നമ്മൾ നോട്ട് ചെയ്യണം. നേരത്തെ ശരിയായതാണ് ചോദിച്ചത്, ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്ര സഭയുടെ രൂപവത്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റാണ് തിയോഡർ റൂസ്വെൽറ്റ്. അപ്പം തന്നെ തെറ്റിപ്പോയല്ലോ, അത് തിയോഡർ റൂസ്വെൽറ്റ് അല്ല അതിനെങ്ങനെയാണ് എടുത്തത്. പിന്നെ ആരാണ്? FD റൂസ്വെൽറ്റ് ആണ്. FD റൂസ്വെൽറ്റ് എന്താണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് FD റൂസ്വെൽറ്റ് ആണ്, അല്ലാതെ തിയോഡർ റൂസ്വെൽറ്റ് അല്ല. ആ പേര് മാറിപ്പോയി അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തന്നെ ഫോൾസ് ആണ്. ഐക്യരാഷ്ട്ര സഭയുടെ രൂപവത്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. FD റൂസ്വെൽറ്റ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഞാൻ എഴുതാൻ ഇച്ചിരി വീക്കാണ്. അടുത്ത രണ്ടാമത്തെ, അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ എന്നാലും നമുക്ക് അടുത്തത് കൂടെ പഠിക്കണമല്ലോ. കാരണം ഈ ഒരു ഓപ്ഷൻ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യനിലിട്ട് ചോദിച്ചാലോ. അപ്പോൾ ഓപ്ഷൻ ബി നോക്കാം. ബി എന്താ പറയുന്നത്? ഒലിവർ ലിങ്കൺ ലിൻക്വിസ്റ്റ്. ആ പേര് നോക്കുക, ഒലിവർ ലിങ്കൺ ലിൻക്വിസ്റ്റ്.
ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത്? അപ്പോൾ ലോഗോ ആരാണ് രൂപകൽപ്പന ചെയ്തത്? ഒലിവർ ലിങ്കൺ ലിൻക്വിസ്റ്റ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഒലിവർ ലിങ്കൺ ലിൻക്വിസ്റ്റ് ഒരു ലായുടെ കളിയുണ്ടല്ലോ അതിനകത്ത്. എന്താണ് ലോഗോയും അല്ലെ, അത് ലോഗോ ലായുടെ കളി. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്താണ് പറയുന്നത് കേട്ടോ. ലോഗോ ഒരു ലായുടെ കളിയുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ഒലിവർ ലിങ്കൺ ലിൻക്വിസ്റ്റ് ലോഗോ ഏതിൻ്റെ? ഐക്യരാഷ്ട്ര സംഘടനയുടെ. അടുത്തതും പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട യാൾട്ട സമ്മേളനം, നോട്ട് ചെയ്തോളണം, യാൾട്ട സമ്മേളനം നടന്നത് 1945 യാൾട്ട സമ്മേളനം 1945. അടുത്ത പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. അത് നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റ്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രസ്താവന എന്താണെന്ന് നോക്കാം. സൂയസ് കനാലിന് മേലുള്ള അന്താരാഷ്ട്ര നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആന്റണി ഈഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയ പോയിന്റായിട്ട് തോന്നുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നിങ്ങൾക്കൊരു പേടി തോന്നും. പേടിക്കേണ്ട, അതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ എന്താണ് തെറ്റായ പ്രസ്താവന എന്നാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന എന്താ പറയുന്നത്? സൂയസ് കനാലിന് മേലുള്ള അന്താരാഷ്ട്ര നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആന്റണി ഈഡൻ എന്നാണ് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കേട്ടോ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് കൊള്ളുക. അടുത്ത ബി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്ത വർഷമാണ് 1649 എന്നാണ്. ഇതും ട്രൂ ആണ് അല്ലെ, ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്ത വർഷമാണ് 1649. ഒന്ന് നോട്ട് ചെയ്തോളണം. അടുത്ത സി ഓപ്ഷൻ നോക്കാം. ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് ഭരണകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായത് 16-ാം ശതകത്തിലാണ്. 16-ാം ശതകത്തിൽ. അപ്പോൾ 16-ാം ശതകം എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. 16-ാം ശതകത്തിലല്ല, പകരം 17-ാം ശതകത്തിലാണ് ഈ കോമൺവെൽത്ത് ഭരണകാലം എന്നറിയപ്പെടുന്നത് കേട്ടോ. 17-ാം ശതകത്തിൽ ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് ഭരണകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം 17-ാം ശതകത്തിലാണ് കേട്ടോ. 17-ാം ശതകത്തിൽ. അപ്പോൾ ഇതായിരുന്നു തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന. അടുത്ത ഡി, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഫോക്ലാൻഡ് ദ്വീപുകളുടെ മേലുള്ള അവകാശവാദത്തെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ബ്രിട്ടൻ 1982 തോൽപ്പിച്ചത് അർജന്റീനയെ. അപ്പോൾ ഫോക്ലാൻഡ് ദ്വീപുകളുടെ മേലുള്ള അവകാശവാദത്തെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ബ്രിട്ടൻ 1982 തോൽപ്പിച്ചത് അർജന്റീനയെയാണ്. അപ്പോൾ ഇത്രയും കറക്റ്റ് ആയല്ലോ അല്ലേ? തെറ്റായ പ്രസ്താവന സി ആയിരുന്നു. അപ്പോൾ അടുത്ത ഒരു ഇതിലേക്ക് പോകാം നമുക്ക്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന. ഞാൻ പറഞ്ഞു നമ്മളിത് പ്രസ്താവന ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ വരച്ചിട്ടേക്കുക അല്ലേ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. മേരി ദ്വിതീയയും അല്ലെ, അവരുടെ പേര് മേരി ദ്വിതീയയും വില്യം മൂന്നാമനും അല്ലെ. മേരി ദ്വിതീയയും വില്യം മൂന്നാമനുമാണ് മഹത്തായ വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ സംയുക്ത ഭരണാധികാരികളായത് എന്നാണ് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മേരി ദ്വിതീയയും വില്യം മൂന്നാമനുമാണ് മഹത്തായ വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ സംയുക്ത ഭരണാധികാരികളായത്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. 1764 ഇംഗ്ലീഷ് പാർലമെന്റ്, ഈ വർഷം 1764 ഇംഗ്ലീഷ് പാർലമെന്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി അല്ലെ. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക, ഈ പഞ്ചസാര നികുതി വന്ന വർഷം 1764. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കേട്ടോ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് ഓർത്തിരിക്കുകയാണ്. ഈ ഒരു പോയിന്റ് വേണം ഇനി വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പഞ്ചസാര നികുതി ഇത് 1764 പഞ്ചസാര നികുതി വന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 1764 ഇംഗ്ലീഷ് പാർലമെന്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അമേരിക്കൻ കോളനികളിൽ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം. ഇത് ഞാൻ അമേരിക്കൻ വിപ്ലവം എന്നൊരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് SCRT-യിൽ. അതിൽ നമ്മൾ പറയുന്നുണ്ടല്ലേ മെർക്കന്റിലിസം എന്താണെന്നതിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതാണ്. അമേരിക്കൻ കോളനികളിൽ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ 1, 2, 3 പ്രസ്താവനകൾ ശരി തന്നെയാണ്. അടുത്ത നാലാമത്തെ പ്രസ്താവന നോക്കാം.
ബ്രിട്ടനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ മാർഗരറ്റ് താച്ചറുടെ പാർട്ടി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു. അതായത് കൺസർവേറ്റീവ് പാർട്ടി പ്രതിനിധിയായിരുന്നു മാർഗരറ്റ് താച്ചർ. ബ്രിട്ടനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ മാർഗരറ്റ് താച്ചറുടെ പാർട്ടി എന്നറിയപ്പെടുന്നത് കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു. ഇതും പ്രസ്താവന ശരി തന്നെയാണ്. അപ്പോൾ 4 പ്രസ്താവനകളും ശരിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് ഇവരുടെ പാർട്ടി അല്ലെ ജോ ബൈഡൻ്റെയോ ആരുടെയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമേരിക്കൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലേ. അപ്പോൾ അത് പാർട്ടികളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അവാമി ലീഗ് ഉണ്ട് അല്ലേ, ഷെയ്ഖ് ഹസീനയുടെ, അതിപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇവരുടെ പാർട്ടി, ഇവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ ശരിയായ പ്രസ്താവനകളാണ് നോക്കേണ്ടത്. ശരിയായ പ്രസ്താവനകൾ. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി നടന്ന 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ അല്ലേ, ജോർജിയ. അപ്പോൾ നമ്മളിത് ഇത് കറക്റ്റ് 10ാം ക്ലാസ്സിലെ ആ ഒരു പുസ്തകത്തിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ്. ഇത് ശരി തന്നെ, ഒന്നാമത്തെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി നടന്ന 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയ തന്നെയാണ്. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അടുത്ത 2ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ഇതറിയാം നമുക്ക്, ഇത് ശരിയാണ് അല്ല, നമ്മൾ ആ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3ാമത്തേത് മഹാനായ വിമോചകൻ അഥവാ ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്നറിയപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. അടുത്ത ഒരു പ്രസ്താവന നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി സഹായിച്ച യൂറോപ്യൻ രാഷ്ട്രമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ശരിയാണ്, ഫ്രാൻസ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം അവർ ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഇതിനകത്ത് ചോദ്യമുള്ളത്. തെറ്റായ പ്രസ്താവന. അപ്പോൾ പ്രസ്താവന എ എന്താണെന്ന് നോക്കാം. എ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഫ്രെഡറിക് നോർത്ത് ആയിരുന്നു അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഫ്രെഡറിക് നോർത്ത് ആയിരുന്നു. ശരിയാണ് കേട്ടോ, പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇതറിയാൻ പാടില്ലാത്തവർ നോട്ട് ചെയ്തോളുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫ്രെഡറിക് നോർത്ത് ആയിരുന്നു. ഇനി അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ബി എന്ന് പറയുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു അല്ലേ, അത് ജനങ്ങളുടെ മനസ്സിലാണ്. ഇപ്രകാരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പരാമർശിച്ചത് ജോൺ ആഡംസ്. ഇത് ശരിയാണ് കേട്ടോ, വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു, അത് ജനങ്ങളുടെ മനസ്സിലാണ്. ഇപ്രകാരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പരാമർശിച്ചത് ജോൺ ആഡംസ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നായിരുന്നു. അതിൽ എയും ബിയും എന്തായാലും ശരിയായ പ്രസ്താവനയാണ്. നമുക്കിനി അടുത്ത ബിയും അതേപോലെ സിയും ഡിയും ഓപ്ഷൻ അതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും എന്തായിരിക്കും, തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു പ്രസ്താവന നമുക്ക് നോക്കാം. അപ്പോൾ സി പറയുന്നത് എന്താണ്? അമേരിക്ക സ്വതന്ത്രമാകുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് മൂന്നാമൻ. ആരാണ്? ജോർജ് മൂന്നാമൻ. ഇത് ശരിയാണോ? ശരിയാണ് കേട്ടോ, ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ കുറേയധികം പേർക്ക് ഇത് അറിയാൻ പാടില്ലായിരിക്കും, പക്ഷേ നോട്ട് ചെയ്തോളൂ. ഇതിനകത്ത് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഓരോ പോയിന്റുകളും അറിയാൻ പാടില്ലാത്തത് പോയിന്റായിട്ട് തന്നെ എഴുതി വെച്ചോളൂ. കാരണം ഡയറക്റ്റ് ഇതേ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് തരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഇതിലേതെങ്കിലും പോയിന്റുകൾ എടുത്തിട്ട് നമുക്ക് ഓപ്ഷനായിട്ട് തരാനുള്ള സാധ്യത ഉണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർ പ്രത്യേകം നോട്ട് ചെയ്തോളുക. അപ്പോൾ ഇത് ട്രൂ ആണ്. അമേരിക്ക സ്വതന്ത്രമാകുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് മൂന്നാമനാണ്. ഇതാ നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ എയും ബിയും സിയും ട്രൂ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഡി തെറ്റാകാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം അല്ലെ. ഡി 1774 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന കോളനിയാണ് കാലിഫോർണിയ.
വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പങ്കെടുത്തിട്ടില്ലെന്നാണ് അല്ലേ. നമ്മളിപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പങ്കെടുക്കാതിരുന്നത് ഏതായിരുന്നെന്ന് നമുക്കറിയാം. ജോർജിയ. 13 കോളനികളിൽ ആ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് അത് ജോർജിയയാണ്. ജോർജിയ അല്ലേ, ജോർജിയ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, കാലിഫോർണിയ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം കേട്ടോ. എന്താണ് ചോദ്യം എന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ പുസ്തകത്തിലെ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കൊക്കെ ഇടുന്നുണ്ട്. ആ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ബുള്ളറ്റിൻ CA 2024 എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതേപോലെ ബുള്ളറ്റിൻ 65ാം വിശേഷൽ പതിപ്പ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ അതിനകത്തുണ്ട്, അത് കാണുക. പിന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 1764 ഇംഗ്ലീഷ് പാർലമെൻറ്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ പഞ്ചസാര നികുതി മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1764 അത് ഓർത്തിരിക്കണം കേട്ടോ. 1764 ഇംഗ്ലീഷ് പാർലമെൻറ്റ് അമേരിക്കയിലെ 13 കോളനികളുടെ മേൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കാം. ഫ്രാൻസിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം. അത് തെറ്റാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് പറഞ്ഞല്ലോ അല്ലേ, ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ അല്ലെ, ഇംഗ്ലണ്ടിൽ തന്നെ കച്ചവടക്കാർ അമേരിക്കൻ കോളനിയിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് തെറ്റാണ്. ഫ്രാൻസ് അമേരിക്കനെ സഹായിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അമേരിക്കക്കെതിരെ നിന്നിട്ടില്ല. ഇത് ഫ്രാൻസിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ്. ഇത് തെറ്റാണ് അല്ലേ. ഇംഗ്ലണ്ടിൻ്റെ സഹായത്താലാണ് കച്ചവടക്കാർ അവിടെ മെർക്കന്റിലിസം നടപ്പിലാക്കിയത്. ഫ്രാൻസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന. അടുത്ത 3ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. 3ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് അറിയാം, ഇങ്ങനെ തന്നെയല്ലേ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് 1773 അതിൻ്റെ എത്രയോ ഒരു വാർഷികം ഇപ്പോൾ ആഘോഷിക്കുകയാണ് അല്ലേ, 2023 ആയപ്പോഴത്തേക്കും. അപ്പോൾ അടുത്ത 4ാമത്തെ ഒരു പ്രസ്താവന എന്തെന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യത്തിലെ 4ാമത്തെ പ്രസ്താവന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ആരെന്നാണ്. അത് രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ ആണെന്നാണ് പറയുന്നത്. അതായത് 4ാമത്തെ പ്രസ്താവന പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ ആണെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന കൃതി രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്നത് 1, 3, 4 എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് C ആണ് അല്ലേ. 1, 3, 4. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എഫർട്ട് നിങ്ങൾക്ക് ഗുണമാകുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അപ്പോൾ ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അപ്പോൾ നോക്കാം 8ാമത്തേലെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ജനങ്ങളാണ് പരമാധികാരി അല്ലെ, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റൂസോ എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റൂസോ എന്ന് പറയുന്നത്. അടുത്ത 2ാമത്തെ പോയിന്റ് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത് റോബോസ്പിയർ ആയിരുന്നു. ആ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ ആ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട് അല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത് റോബോസ്പിയർ ആയിരുന്നു അല്ലേ. ഇനി അടുത്തൊരു 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് അല്ലെ, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ലൂയി 14 എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണ് അല്ലേ. തെറ്റാൻ കാരണം എന്താ, ഞാനാണ്
വിപ്ലവം അല്ലെ, അത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഞാനാണ് രാഷ്ട്രം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം, അത് ലൂയി 16-ാമനാണ് അല്ലെ. ലൂയി 16-ാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 16-ാമനാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഞാനാണ് വിപ്ലവം എന്ന് പറയുന്നത് ശരിക്കും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഞാനാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റേ സലിംകുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 16-ാമൻ. അപ്പോൾ ഇതാണ് തെറ്റിയ പ്രസ്താവന. ഇനി അടുത്ത 4-ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. വിപ്ലവാനന്തര ഫ്രാൻസിൻ്റെ ആദ്യ കോൺസുലായി അധികാരമേറ്റത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു 9-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 9-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന നോക്കാം. 1-ാമത്തേത്, ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധം കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്, കാരണം ഇത് നമ്മുടെ 10-ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട്. ഇത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. ഇംഗ്ലണ്ടിനെതിരെ നെപ്പോളിയൻ നടപ്പിലാക്കിയ സാമ്പത്തിക ഉപരോധം കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2-ാമത്തെ നോക്കാം. ഫ്രാൻസിലെ രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് അല്ലേ. ഈ സെപ്റ്റംബർ കൂട്ടക്കൊലയും നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ലെ. നമ്മൾ ആ 10-ാം ക്ലാസ്സിലെ പുസ്തകം നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ 10-ാം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് ആ ഒരൊറ്റ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ലോക ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ നന്നായിട്ട് ഇന്ന് തന്നെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ഒത്തിരി ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ അടുത്തൊരു 3-ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അൾസൈസ് ലൊറൈൻ പ്രദേശങ്ങൾ ജർമ്മനിയിൽ നിന്ന് തിരികെ പിടിക്കാൻ ഫ്രാൻസിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം അല്ലെ. പ്രതികാര പ്രസ്ഥാനം ഇത് നമ്മൾ അതിനകത്ത് പഠിക്കാനുണ്ട്. കറക്റ്റാണ്. ഇതാ 10-ാം ക്ലാസ്സിലെ പുസ്തകത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. നിങ്ങൾ ആ പുസ്തകം ഇന്ന് തന്നെ വായിച്ചു നോക്കണം. അടുത്ത 4-ാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. ലൂയി 16-ാമനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1789 എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 1793 ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. അതുകൊണ്ട് ഈ പോയിന്റ് തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ 1, 2, 3 ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. 1, 2, 3 എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. മനസ്സിലായോ? അപ്പോൾ ലൂയി 16-ാമനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1793. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 10-ാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ എന്നാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ. അപ്പം നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡി അല്ലേ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ശരിയാണല്ലോ. ഇത് പുസ്തകത്തിലുണ്ടല്ലോ. ശരിയാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20. ബാസ്റ്റൈൽ ജയിലിൻ്റെ തകർച്ച 1789 ജൂലൈ 14 ശരിയാണല്ലോ. ശരിയാണ്. ലൂയി 16-ാമനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചേ ഉള്ളൂ അല്ലേ. 1793 ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, ജനുവരി 21. അപ്പോൾ 3-ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി 4-ാമത്തേത്, റോബോസ്പിയർ വധിക്കപ്പെട്ട തീയതി എന്ന് പറയുന്നത് 1794 ജൂലൈ 28 94 ജൂലൈ 28 ശരിയാണ്, കറക്റ്റാണ്. അപ്പോൾ 4 പ്രസ്താവനകളും ശരിയാണ്. അങ്ങനെ 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളത് കൊണ്ട് ഓപ്ഷൻ എ ആണ് അല്ലേ. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പം ഞാൻ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ അതിനോട് ബന്ധിപ്പിച്ച് പറയാറുണ്ട്. ചില പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടണം എന്ന് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ അതേപോലെ ചില അവസരങ്ങളിൽ എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഡെസ്പായിട്ടുള്ളവരോ ഡൗൺ ആയിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൊക്കെ സംസാരിക്കേണ്ടി വരും. ഇത് എൻ്റെ ഒരു ശൈലിയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഈ ശൈലി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ക്ലാസ് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം.
കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇത് പറയാനുള്ള കാരണം കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഞാൻ 10-13 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇങ്ങനെയാണ്. നിങ്ങൾക്കതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കാണാതിരിക്കാം. അപ്പോൾ അടുത്തൊരു പോയിന്റ്, അത് നല്ല വിഷമമുണ്ട് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഈ പ്രകൃതിയിലെ മറ്റ് സൗണ്ടുകളൊക്കെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെളുപ്പിന് 3 മണിക്കും 4 മണിക്കും ഒക്കെയാണ് നമ്മൾ ഉറക്കം കളഞ്ഞിട്ടൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്തിടുന്നത്. അത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ക്ലാസ് കാണാം. ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏതാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന, നമുക്ക് ആദ്യത്തെ ഒരു പ്രസ്താവന നോക്കാം. പ്രസ്താവന നോക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്തിലാണ് 18ാം നൂറ്റാണ്ടോടെ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിതമായത്. ഇത് ശരിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്തിൽ തന്നെയാണ് 18ാം നൂറ്റാണ്ടോടെ തന്നെയാണ് 13 കോളനികളാണ് സ്ഥാപിതമായത്. ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന പ്രസ്താവന. ബോസ്റ്റൺ ടീ പാർട്ടിയിൽ തേയിലപ്പെട്ടികൾ കടലിലെറിയാൻ നേതൃത്വം നൽകിയത് ജോൺ ആഡംസ് ആണ്. അല്ലേ? അത് പകുതി ശരിയായല്ലേ? കാരണം ഈ ആഡംസ് അല്ല, ജോൺ ആഡംസ് അല്ല, പകരം ഏത് ആഡംസ് ആണ്? സാമുവൽ ആഡംസ് ആണ്. അല്ലെ? സാമുവൽ ആഡംസ്. ഞാൻ എഴുതാൻ ഭയങ്കര വീക്കാണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയിൽ തേയിലപ്പെട്ടികൾ കടലിൽ എറിയാൻ നേതൃത്വം നൽകിയത് ജോൺ ആഡംസ് അല്ല, ആരാണ്? സാമുവൽ ആഡംസ് ആണ്. അതുകൊണ്ട് ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അല്ലേ? ഇവിടെ ജോൺ ആഡംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ സാമുവൽ ആഡംസ് ആണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത സി എന്ന് പറയുന്ന അടുത്തൊരു പ്രസ്താവന നമുക്ക് നോക്കാം. ഇറ്റലിയിൽ ജനിച്ച കൊളംബസിന്, അല്ലെ, എവിടെയാണ്? ഇറ്റലിയിൽ ജനിച്ച കൊളംബസിന് നാവിക പര്യടനത്തിന് ആവശ്യമായ സഹായം നൽകിയത് സ്പെയിനിലെ രാജാവായിരുന്നു. ഇത് ശരിയാണ്. ആ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് സ്പെയിനിലെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊളംബസ് യാത്ര പുറപ്പെടുന്നതെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റലിയിൽ ജനിച്ച ആളാണ് കൊളംബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷനുണ്ട്. അടുത്ത പേജിലാണ് കിടക്കുന്നത്. അടുത്തത് ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ. നമുക്ക് ആ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി പോയിന്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൻ്റെ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയെ തുടർന്ന് ശിക്ഷാ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ട് 1774 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ എങ്ങനെയാണ് ആ നിയമങ്ങൾ അറിയപ്പെടുന്നത്? ദി ഇൻടോളറബിൾ ആക്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? തെറ്റായ പ്രസ്താവന എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഇവിടെ നമ്മുടെ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവന. 11ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനയാണ്. അത് ഓൾറെഡി കിട്ടി, അല്ലേ? ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 11 ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത വയലാർ പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ വയലാർ പുരസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ PSC പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരമൊക്കെ. ഇത്തവണത്തെ എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഈ 3 പുരസ്കാരങ്ങളിൽ ഓടക്കുഴൽ പുരസ്കാരം ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. പിന്നെ വയലാർ പുരസ്കാരം. ഈ 3 പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ കൂടുതൽ സാധ്യത എനിക്ക് ആ ഓടക്കുഴൽ പുരസ്കാരമാണ്. ചിലപ്പോൾ പരീക്ഷകൾ ഉണ്ടല്ലോ, LGSും LDCയും ഡിഗ്രി ലെവലും ഉണ്ട്. ഇതിലൊക്കെ മാറി മാറി വരാം. അപ്പോൾ നമുക്കിപ്പോൾ വയലാർ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയത് നമുക്കറിയാമല്ലോ, ശ്രീകുമാരൻ തമ്പിക്കാണ്. ഒരു ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ഇത് ഓർത്തിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. അതാണ് കണക്ട് ചെയ്ത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കണക്ട് ചെയ്ത് ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വയലാർ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഇതിനു മുമ്പ് പലതവണ നമ്മുടെ MK സാനു അതിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന സമയത്ത് പലതവണ ഇദ്ദേഹത്തിന് കവി എന്ന നിലയിൽ ഈ അവാർഡിന് പരിഗണിച്ചിരുന്നു. പക്ഷേ മറ്റുള്ള ചില ആൾക്കാരുടെ ഇടപെടലുകൾ മൂലം ആ വർഷങ്ങളിൽ അദ്ദേഹത്തിന് കവി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയില്ല. പക്ഷെ ഇപ്പം കിട്ടിയിരിക്കുന്നത് ഈ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് ആത്മകഥയാണ്. ആത്മകഥാംശമുള്ള ഒരു
രീതിയുള്ള ഒരു കഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. അതായത് വയലാർ പുരസ്കാരം പുള്ളി ആഗ്രഹിച്ചത്, അതായത് ശ്രീകുമാരൻ തമ്പി ആഗ്രഹിച്ചിട്ടുള്ളത് കവി എന്ന നിലയിൽ കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം. പക്ഷേ വയലാർ അവാർഡ് കിട്ടിയത് ഈ ജീവിതം ഒരു പെൻഡുലം എന്നുള്ളൊരു ആത്മകഥയ്ക്കാണ് എന്നാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ വയലാർ പുരസ്കാരം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത് പത്രം വായിച്ചപ്പോൾ കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്രം വായിക്കുക, TV കാണുക, ഇതൊക്കെ ഇതിൻ്റെ കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരില്ല. അപ്പം ഞാനത് പഠിച്ചില്ല, പക്ഷേ അത് നമ്മൾ അന്ന് കണ്ടതുകൊണ്ട് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റി. അപ്പോൾ 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ പറയും, ഇപ്പം ഒരു പരീക്ഷയ്ക്ക് 2020 നമ്മുടെ പ്രിലിംസ് തുടങ്ങിയതിന് ശേഷം 2021 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു 44ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്, അങ്ങനെയാണ് ചോദിച്ചത്. ആ പുരസ്കാരം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 44ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? അത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. വർഷം ചോദിച്ചിരുന്ന പലരും പറഞ്ഞേനെ, പക്ഷേ 44 ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓർത്തിരിക്കുക, 44ാമത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ രണ്ടും ഞാൻ കണക്ട് ചെയ്താണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ. 2021 ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷേ അത് 2020 അവാർഡാണ്. 44ാം അവാർഡ് എന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. നിങ്ങൾ ആ പ്രിലിംസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 2 പഠിച്ചല്ലോ, 2023 പഠിച്ചു, 2020 പഠിച്ചു, 44. ഇനി നമുക്കിപ്പോൾ അറിയാം, ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. ഇന്നലെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ ബെന്യാമിനാണ് ആടുജീവിതം എന്നുള്ള ആ നജീബ് എന്ന ക്യാരക്ടറിൽ അദ്ദേഹത്തിൻ്റെ കഥയായിട്ട് രചിച്ചത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കഥയെന്ന രീതിയിൽ, കഥയല്ല ആക്ച്വലി ആ ജീവിതം പകർത്തിയത് ബെന്യാമിനാണ് ആടുജീവിതം എന്ന കൃതിയിലേക്ക് അല്ലേ. അപ്പോൾ ആടുജീവിതം സിനിമയായിട്ടുണ്ട്. അപ്പം ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണ്, സിനിമയായിട്ടുണ്ട്. അപ്പോൾ ഈ ബെന്യാമിനാണ് 45ാമത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ ന്യൂസിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഓടി വരണം. 45ാമത് വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് ഈ ബെന്യാമിൻ. അത് കൃതി ആടുജീവിതമല്ല, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ 3 നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലേറ്റസ്റ്റ് 2023 കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. അതേപോലെ 44ാമത് അവാർഡ് 2020 അത് ഏഴാച്ചേരി രാമചന്ദ്രന്. അദ്ദേഹത്തിൻ്റെ കൃതി ഞാൻ പറഞ്ഞില്ല, അതാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഇവിടെ വയലാർ അവാർഡിനെ സംബന്ധിച്ച് കൃതി പ്രത്യേകം അറിഞ്ഞിരിക്കണം. കാരണം കൃതി മിക്കവാറും കൃതിയും ചോദിക്കും, കർത്താവും ചോദിക്കും ഇതിൻ്റെ, മനസ്സിലായി. അപ്പോൾ അത് കൃതിയും അറിഞ്ഞിരിക്കണം. ഒരു വെർജീനിയൻ വെയിൽക്കാലം ഏഴാച്ചേരി രാമചന്ദ്രൻ, അത് 44ആണ്. ഇനി 45ാമത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബെന്യാമിനാണ്, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതാണ്. ഇനി അടുത്ത 2022 കഥ പറഞ്ഞുതരാം. അതായത് ബെന്യാമിൻ അദ്ദേഹം ഒരു ആടുജീവിതം എന്നുള്ളത് കഥ രചിച്ചു, അത് സിനിമയായി അല്ലേ. അപ്പോൾ സിനിമയായി. അതേപോലെ ഈ എസ് ഹരീഷിനും സിനിമയുമായിട്ട് ബന്ധമുണ്ട്. കാരണം ചുരുളി എന്ന് പറയുന്ന സിനിമ, അതേപോലെ നമ്മുടെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ, ഈ 2 സിനിമയുടെയും തിരക്കഥ രചിച്ചിട്ടുള്ളത് എസ് ഹരീഷാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ നിന്നും ചുരുളി അതേപോലെ ജല്ലിക്കെട്ടിലേക്ക് വന്നു. കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വിട്ടിട്ടുള്ളത്. അത് 2022 46ാമത് വയലാർ അവാർഡാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. മീശ എന്ന കൃതിക്കാണ്. അത് പിന്നെ നമുക്കറിയാമല്ലോ, മീശ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവാർഡ്. അപ്പോൾ നിങ്ങൾ അറിയാതെയാണെങ്കിലും ഈ ഇത്രയും അവാർഡുകൾ നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി പഴയതെന്ന് പറയുന്നത് 2018, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ തൊട്ടേ പഠിക്കുന്നതാണ്. 2019 VJ ജെയിംസിൻ്റെ നിരീശ്വരൻ, അതേപോലെ 2018 KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി, കരപ്പുറത്തിൻ്റെ ഇതിഹാസം, മനസ്സിലായി. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ അറിയാതെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിനി ചെയ്യേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഈ കണക്ട് ചെയ്ത് പറഞ്ഞ ഫാക്റ്റുകളൊക്കെ നിങ്ങളിരുന്ന് ആലോചിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇങ്ങനെയാണ് വയലാർ അവാർഡിൻ്റെ കഥ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പോൾ അല്ലേ, ഓരോന്നിനും ഓരോ കഥ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അത് ചിലർക്ക് ക്ലാസ് ഒരു വലിച്ചു നീട്ടലായിട്ട് തോന്നാം. അത് അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കണ്ടുകൊള്ളുക. അപ്പോൾ ഇതാണ് ഇപ്പം നിങ്ങളിത് പഠിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതിന് തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ളത് എസ് ഹരീഷിന്, അതായത് 46ാമത് പുരസ്കാരമാണ്. 46ാമത് പുരസ്കാരം എസ് ഹരീഷിന് മീശ എന്ന കൃതിക്കാണ്. അതിന് മുമ്പ് 2021 45ാമത് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ്. അതേപോലെ 44ാം അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ 44 ഓർക്കാൻ ഒരു വഴിയുണ്ട്. 44 കണ്ട, ഇവിടെ 4 ഒരേ സെയിം ഡിജിറ്റാണ് അല്ലെ. ഇവിടെ 2 ഇവിടെ 2, 2020 കണ്ട.
2 2 4 തന്നെയാണ്. അതല്ലാതെ ഡിജിറ്റ് നോക്കിയാൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിജിറ്റ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിജിറ്റ് 44 കണ്ട. ഇപ്പോഴും നിങ്ങൾക്ക് 44ാമത് അവാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. 44 കിട്ടിയാൽ പിന്നെ 45 ബെന്യാമിനാണെന്നും 46 എസ് ഹരീഷ് ആണെന്നും നമുക്ക് ഊഹിക്കാൻ പറ്റും. 47 ശ്രീകുമാരൻ തമ്പിയാണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി എഴുത്തച്ഛൻ പുരസ്കാരം ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് പഠിച്ചു, അതേപോലെ വയലാർ പുരസ്കാരവും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഇച്ചിരി ലെങ്ത് കൂടും, കാരണം ഞാൻ അടുത്ത ഒരു പേജിലേക്ക് കൂടെ പോവുകയാണ്. നമുക്ക് മാക്സിമം വേഗത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തീർക്കാം. അതുകൊണ്ടാണ് ഞാൻ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം വേഗത്തിൽ തന്നെ ഇത് നമുക്ക് തീർക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ്. ഞാൻ മാക്സിമം വേഗത്തിൽ തന്നെ തീർക്കാം, അനാവശ്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അടുത്ത ഒരു ഇതാണ് ശരിയായ ജോഡികൾ. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ് ഭരണകൂടം. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന, അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കേട്ടോ. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതായത് രാജാവിൻ്റെ അധികാരം ദൈവദത്തമാണ്, അങ്ങനെയാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനാൽ രാജാവിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ അല്ലേ. ഇങ്ങനെ പറഞ്ഞതാരാണ്? അത് ലൂയി 14 ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 അടുത്തത് എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 അതേപോലെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 16 അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. 1 2 3 4. നമ്മൾ സ്പീഡിലാണ് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കാണുക സംശയം ഉണ്ടെങ്കിൽ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ഇതിൽ ശരി കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തുള്ള പ്രസ്താവനകൾ കാണുക, ശരി കണ്ടെത്തുക. അപ്പോൾ എന്താണ് പ്രസ്താവന 1 എന്ന് നോക്കാം. പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി പാസ്സാക്കിയത് 1789 ഓഗസ്റ്റ് 12 അതാണ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് നാഷണൽ അസംബ്ലി പാസ്സാക്കിയത് എപ്പോഴാണ്? 1789 ഓഗസ്റ്റ് 12 പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, റൂസോയുടെ ആശയങ്ങളാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. കറക്റ്റാണ് അല്ലേ. 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അത് 14ാമത്തെ ചോദ്യമാണ്. ഇവിടെ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ ജോഡി നോക്കാം. ഓപ്പൺ ഡോർ പോളിസി തുറന്ന വാതിൽ നയം, അതിൻ്റെ ഉപജ്ഞാതാവായ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ജോൺ ഹേ. ഇത് നമ്മൾ ആ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് 10ാം ക്ലാസ്സിലെ. ജോൺ ഹേ ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓപ്പൺ ഡോർ പോളിസി അഥവാ തുറന്ന വാതിൽ നയം, അതിന് ഉപജ്ഞാതാവായിട്ടുള്ള US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ജോൺ ഹേ എന്ന് പറയുന്നത്. അടുത്തത് ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആണെന്നാണ് ഇതിൽ പറയുന്നത് അല്ലേ. അത് പക്ഷേ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം ഇത് ഹാരി എസ് ട്രൂമാൻ അല്ല, പകരം FD റൂസ്വെൽറ്റ് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോൾ പഠിച്ച പേര് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് കേട്ടോ. ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിപ്പിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്, അല്ലാതെ ഹാരി എസ് ട്രൂമാൻ അല്ല. അടുത്തത് വാട്ടർ ഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ചത് 1974 അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്നത്. അത് ശരിയാണ്. വാട്ടർ ഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തെ ആദ്യ അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള മാൻഹട്ടൻ പദ്ധതി തുടങ്ങാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് FD റൂസ്വെൽറ്റ് എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 14ാമത്തേതിൽ 2ാമത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി 1 3 4 എന്ന് പറയുന്ന D ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. തെറ്റായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ 1ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായി ഫ്രാൻസിൽ പൊതു സുരക്ഷാ കമ്മിറ്റിയുടെ തലവനായി നിയമിതനായത്
റോബോസ്പിയർ ആയിരുന്നു. അത് നമ്മൾ അപ്പുറത്ത് പഠിച്ചിട്ടുണ്ട്, കറക്റ്റാണ്. ഒന്നാമത്തേത് പ്രസ്താവന ശരിയാണ്. അടുത്തത് പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ മിറാബോ അതേപോലെ ഡാൻഡൻ എന്നിവരായിരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്, ശരിയായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അടുത്ത മൂന്നാമത്തേത് ഗില്ലറ്റിനിരയായ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 16 ലൂയി 16 അല്ലെ. ഗില്ലറ്റിനിരയായ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 16. ശരിയായ പ്രസ്താവന തന്നെയാണ്. അടുത്ത നാലാമത്തേത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം അല്ലെ, ജലദോഷം പിടിക്കും. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഒരു കൊട്ടേഷനായിട്ടൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. നമുക്കറിയാം അത് മെറ്റേണിക്കാണ് പറഞ്ഞിട്ടുള്ളത്, മെറ്റേണിക്ക് അല്ലേ. പുസ്തകം നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം കേട്ടോ. അപ്പോൾ 15ാമത്തേതിൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തേതാണ്. അപ്പോൾ 15ന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനകൾ ചോദിച്ചിട്ടുള്ളത് 4ആണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4. അപ്പോൾ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ്, 4 മാത്രം. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. 16ാമത്തെ ചോദ്യം എന്താണ്? 16ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ എന്താണ്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ നോക്കാം. 1. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി 1793 സെപ്റ്റംബർ 5 മുതൽ 1794 ജൂലൈ 27 വരെ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ ഭരണകാലം ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നു. വളരെ ശരിയാണ്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് കറക്റ്റ് 10ാം ക്ലാസ്സിലെ പുസ്തകം തന്നെയാണിത് കേട്ടോ. ഇത് കറക്റ്റാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായ 1793 സെപ്റ്റംബർ 5 മുതൽ 1794 ജൂലൈ 27 വരെ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ ഭരണകാലം ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നു. അടുത്ത രണ്ടാമത്തെ നോക്കാം. പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച പ്രസ്താവനയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അടുത്തത് യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ശരിയാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 20 ക്വസ്റ്റ്യനാണുള്ളത്. നമ്മൾ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുക. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാഗ്ന കാർട്ട കൂട്ടത്തിൽപ്പെടുന്നതാണ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെ. മാഗ്ന കാർട്ട. പിന്നെ മഹത്തായ വിപ്ലവം, അത് ഇംഗ്ലണ്ടുമായി ചേർത്ത് പറയുന്നൊരു പദമാണ് മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ വിപ്ലവം. അതേപോലെ പ്രൊട്ടക്റ്റേറേറ്റ് സംവിധാനം, ഇതും ശരിക്കും ഇംഗ്ലണ്ടുമായിട്ട് ബന്ധമുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിൽ ഇംഗ്ലണ്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെടാത്തതെന്ന് പറയുന്നത് ഇതാണ്, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നതാണ്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇത് ചൈനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പദമാണ്. കൂട്ടത്തിൽപ്പെടാത്ത ചൈനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ, ചൈന. അപ്പോൾ ഇത് നമ്മളിത് പഠിക്കും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, മാഗ്ന കാർട്ട, മഹത്തായ വിപ്ലവം, അതേപോലെ പ്രൊട്ടക്ടറേറ്റ് സംവിധാനം ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോട്ട് ചെയ്തോളുക, വേറെ എവിടെയെങ്കിലും ഇതൊക്കെ കയറ്റി തന്നാലോ. അതേപോലെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നത് ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 18ാമത്തെ 20 ക്വസ്റ്റ്യനാണുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുമ്പോൾ ചേർക്കുക. പട്ടിക 1ൽ കൊടുത്തിട്ടുള്ളത് ക്യാബിനറ്റ് സിസ്റ്റം, അതേപോലെ അയൺ ഡ്യൂക്ക്, അതേപോലെ ലിബറലിസത്തിന്റെ പിതാവ്, സംരക്ഷക പ്രഭു എന്നതാണ്. ഇവിടെ നമുക്ക് ഇതിലൊക്കെ കാണുമ്പോൾ അറിയാവുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ അയൺ ഡ്യൂക്ക്. ചിലപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലെ, അയൺ ഡ്യൂക്ക്. താഴത്ത് കുറേ പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒളിവർ ക്രോംവെൽ, ആർതർ വെല്ലസ്ലി, റോബർട്ട് വാൾപോൾ, ജോൺ ലോക്ക്. ഇവിടെ നമുക്കറിയാം അയൺ ഡ്യൂക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആർതർ വെല്ലസ്ലി ആയിട്ട് ബന്ധപ്പെട്ടാണ് അയൺ ഡ്യൂക്കിനെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ 2B എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നോക്കണം. 2B വരുന്ന ഇതുമുണ്ട് അല്ലെ, ഇതുമുണ്ട് 2B. നമുക്കിപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വരുന്നത് ക്യാബിനറ്റ് സിസ്റ്റം റോബർട്ട് വാൾപോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ക്യാബിനറ്റ് സിസ്റ്റം റോബർട്ട് വാൾപോൾ, അതായത് 1C ആണ് വരുന്നത്. 1C വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, 1C വരുന്ന ഓപ്ഷൻ ഇതുണ്ട്, 1C. ക്യാബിനറ്റ് സിസ്റ്റം നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കാം. കാരണം ഇതിൽ ബാക്കിയുള്ളതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. ക്യാബിനറ്റ് സിസ്റ്റം അത്
റോബർട്ട് വാൽപോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അയൺ ഡ്യൂക്ക്, അത് ആർതർ വെല്ലസ്ലി ആണ് അയൺ ഡ്യൂക്ക് എന്നറിയപ്പെടുന്നത്. ലിബറലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക് കണ്ട, ലിബറലിസത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ജോൺ ലോക്ക് ആണ്. ഇനി സംരക്ഷക പ്രഭു അങ്ങനെ അറിയപ്പെടുന്നത് ഒളിവർ ക്രോംവെല്ലാണ്. ഒളിവർ ക്രോംവെൽ കേട്ടോ. അപ്പം കിട്ടിയല്ലോ. ക്യാബിനറ്റ് സിസ്റ്റം എന്താണ്? അത് നിങ്ങൾ ക്യാബിനറ്റ് സിസ്റ്റം ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ക്യാബിനറ്റ് സിസ്റ്റം ഇതിൽ നമ്മുടെ ശരിയുത്തരം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 1C ആണ്. 1C എന്ന് പറയുന്നത് റോബർട്ട് വാൽപോൾ. അതേപോലെ 2 എന്ന് പറയുന്നത് B ആണ്. 2B ആർച്ച് അയൺ ഡ്യൂക്ക് എന്ന് പറയുന്നത് വെല്ലസ്ലി ആണ്. 2B 3D ആണ്. 3D ജോൺ ലോക്ക്. 4A ആണ്. 4A ഒളിവർ ക്രോംവെൽ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 19ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനയാണ് 19ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിക്കുന്നത് 19ാമത്തേത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. കോൺവാലിസ് പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് 1781 ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം പരാജയപ്പെടുത്തിയത്. ശരിയാണ് പ്രസ്താവന. കോൺവാലിസ് പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് 1781 ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. 1775 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരക്കാർ ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്നത് ഒലീവ് ശാഖാ നിവേദനം, അല്ലെ? ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയും. ഒലീവ് ശാഖാ നിവേദനം എന്ന പേരിലാണ്. വർഷവും കറക്റ്റാണ്, പ്രസ്താവന ശരിയാണ്. അടുത്തൊരു കൊട്ടേഷനാണ്. ഇളകിമറിയുന്ന അലകടലാണ് സ്വാതന്ത്ര്യം, ഭീരുക്കൾ അതിലേക്ക് ഇറങ്ങാൻ മടിക്കും. ഇത് എബ്രഹാം ലിങ്കൺ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ആക്ച്വലി ഇത് എബ്രഹാം ലിങ്കൺ അല്ല പറഞ്ഞിട്ടുള്ളത്, തോമസ് ജെഫേഴ്സൺ ആണ്. ഞാൻ ചുരുക്കി TJ എന്ന് എഴുതുന്നുള്ളൂ. തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പോൾ ഇദ്ദേഹമല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഇളകിമറിയുന്ന അലകടലാണ് സ്വാതന്ത്ര്യം, ഭീരുക്കൾ അതിലേക്ക് ഇറങ്ങാൻ മടിക്കും എന്ന് പറഞ്ഞത് തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത 4ാമത്തെ പ്രസ്താവന എന്ന് നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടിയിൽ 342 തേയിലപ്പെട്ടികളാണ് സമുദ്രത്തിലേക്ക് എറിഞ്ഞത്. SCRT ടെക്സ്റ്റിൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4 ഓപ്ഷൻ D ആൻസർ. അടുത്ത നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നും മാക്സിമം വേഗത്തിൽ നമ്മൾ പോയിട്ടുണ്ട്, ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യനാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അതിൽ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇംഗ്ലണ്ടിൻ്റെ വ്യാപാര നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ രൂപം കൊണ്ട ആദ്യ സംഘടനയായ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന സംഘടന സ്ഥാപിച്ചത് സാമുവൽ ആഡംസ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത 3ാമത്തെ നോക്കാം. അവശിഷ്ട പാർലമെന്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രവുമായിട്ടാണ്. പ്രസ്താവന ശരിയാണ്. 4ാമത്തേത്. വൻ യന്ത്രങ്ങളുടെ ആവിർഭാവത്തോടെ തൊഴിലില്ലായ്മ നേരിടാൻ ഇംഗ്ലണ്ടിലെ കരകൗശല തൊഴിലാളികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ലുഡറ്റ് പ്രസ്ഥാനം. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സെറ്റ് 5 നമ്മൾ പഠിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് 6 മണി എന്നുള്ളത് ഒരു 7 മണിക്ക് മാറ്റുവാണ്. ഇന്ന് 7 മണിക്ക് കറണ്ട് അഫയേഴ്സ് റിലീസ് ചെയ്യും. അത് നിങ്ങൾ കാണുക. അപ്പോൾ താങ്ക് യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.